പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ വന്ന 2 രോഗികളുടെ കേസ് ഹിസ്റ്ററിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ചയ്ക്കെടുക്കുന്നത്. അതിൽ ആദ്യത്തെ കേസ് 40 വയസ്സുള്ള ഒരു യുവാവാണ്. അദ്ദേഹത്തിന് പ്രമേഹം തുടങ്ങിയിട്ട് 10 വർഷമായി. പക്ഷേ അദ്ദേഹം പ്രമേഹത്തിനുള്ള മരുന്നുകൾ വല്ലപ്പോഴും കഴിക്കും എന്നതല്ലാതെ ഭക്ഷണ കാര്യത്തിലോ വ്യായാമ കാര്യത്തിലോ യാതൊന്നും ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ളത് പ്രമേഹത്തെ കൊണ്ടു നടന്ന് പെട്ടെന്ന് ഒരു ദിവസമാണ് അയാൾക്ക് കാലിലൊരു നീര് വന്നു. അതുപോലെ തന്നെ 1-2 പ്രാവശ്യം ഛർദ്ദിച്ചു. ആശുപത്രിയിൽ പോയി പരിശോധിച്ചു നോക്കുമ്പോഴാണ് ഷുഗർ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അയാൾക്ക് BP വളരെ കൂടുതലാണ്, ക്രിയാറ്റിൻ വളരെ കൂടുതലാണ്. പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു കിഡ്നിയുടെ പ്രവർത്തനം വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ആകെപ്പാടെ അതൊരു ഷോക്കായിരുന്നു രോഗിക്കും അതുപോലെ തന്നെ കൂടെ വന്ന ബന്ധുക്കൾക്കും. അതായത് കഴിഞ്ഞ ദിവസം വരെ വളരെ ആക്റ്റീവായിട്ട് നടന്ന ആ വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് പെട്ടെന്ന് മനസ്സിനൊരു ഷോക്ക് വന്നു. അത് ഉൾക്കൊള്ളാൻ തന്നെ ആ രോഗിക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും പ്രയാസമായിരുന്നു. രണ്ടാമത്തെ കേസ് ഹിസ്റ്ററി ആണെങ്കിൽ മറ്റൊന്നാണ്. ഏതാണ്ട് 30 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർ വയറ്റുവേദനയായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. രക്തം പരിശോധിച്ചു, മൂത്രം പരിശോധിച്ചു, അതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല. വേദന കുറയാഞ്ഞുകൊണ്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴാണ് വയറ്റിനകത്തൊരു മുഴയുണ്ട് എന്ന് മനസ്സിലാക്കിയത്. കൂടുതൽ പരിശോധനയ്ക്കായി MRI സ്കാൻ ചെയ്തു. അപ്പോഴാണ് അത് ഓവറിയിൽ നിന്നും ഉണ്ടായ അല്ലെ അണ്ഡാശയത്തിൽ നിന്നും ഉണ്ടായ ഒരു മുഴയാണ് എന്ന് മനസ്സിലായത്. പിന്നീടുള്ള പരിശോധനയിൽ അത് ക്യാൻസർ ആകാനാണ് കൂടുതൽ സാധ്യത എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ക്യാൻസർ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്നത് നമുക്ക് പ്രത്യേകിച്ച് നേരത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അതേ സമയത്ത് ആദ്യത്തെ കേസ് ഹിസ്റ്ററിയിൽ ആ വ്യക്തി അയാളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ പോയതാണ് അയാൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായത്. അയാൾ പൊടുന്നനെ പെട്ടെന്ന് രോഗിയായതിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. ശരിക്കും പ്രമേഹത്തെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയാൽ അത് യാതൊരു അപകടവും വരുത്തുവരാം. നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ ഡയറ്റിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കുക, അതുപോലെ തന്നെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനെ നിയന്ത്രിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ കിഡ്നിക്ക് പ്രശ്നം വരത്തില്ല, അവരുടെ കണ്ണിന് പ്രശ്നം വരത്തില്ല, അവരുടെ മറ്റൊരു അവയവത്തിനും പ്രശ്നങ്ങൾ വരത്തില്ല. അതിനെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ കണ്ണിന് പ്രശ്നം ഉണ്ടാവും. അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി വരും. തലച്ചോറിനകത്ത് രക്തഓട്ടത്തിന് തടസ്സം വന്നു കഴിഞ്ഞാൽ അത് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകാം. അതായത് ഒരു വശം തളർന്നു പോകാം. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പം സൂചിപ്പിച്ച ഡയബറ്റിക് നെഫ്രോപ്പതി വന്ന് ഡയാലിസിസ് ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. ധാരാളം ആളുകൾ ഇന്ന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം ആൾക്കാരും പ്രമേഹം വന്ന് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കിയവരാണ്. അതുപോലെ തന്നെ കാലിലേക്കുള്ള രക്തഓട്ടം കുറഞ്ഞു കഴിയുമ്പോൾ കാലിന്റെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നു. കാല് തന്നെ മുട്ടിന് താഴെയോ മുകളിലോ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അത് പ്രമേഹത്തെ അവർ ശരിയായിട്ട് നിയന്ത്രിച്ച് നിർത്താത്തതാണ് ഇതെല്ലാം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ പ്രമേഹത്തെ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തുവാണെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അയാൾക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. അതാണ് ആദ്യത്തെ കേസ് ഹിസ്റ്ററി. രണ്ടാമത്തെ കേസ് ഹിസ്റ്ററി അത് ആകസ്മികമായിട്ട് ഉണ്ടായതാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആദ്യത്തെ കേസ് ഹിസ്റ്ററിയിൽ അയാൾ പെട്ടെന്ന് ഒരു മാറാരോഗിയായതിന്റെ പ്രധാനപ്പെട്ട കാരണം അയാളുടെ രോഗാവസ്ഥയെ നിയന്ത്രിച്ച് നിർത്തുന്നതിൽ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതശൈലിയിൽ അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങളാണ്. നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ ആഹാര രീതി മാറിപ്പോയി, നമ്മുടെ വ്യായാമ ശീലം മാറിപ്പോയി. ഇന്ന് അധ്വാനം വരുന്ന പ്രവൃത്തികളൊന്നും സാധാരണക്കാർക്ക് ആർക്കും ഇല്ല. അധ്വാനം വരുന്ന പ്രവൃത്തികൾ ചെയ്യാത്തതിന്റെ അഭാവത്തിൽ അവർ വ്യായാമത്തിന് സമയം കണ്ടെത്തി വ്യായാമം ചെയ്യുന്നില്ല. പിന്നെ മാനസിക സമ്മർദ്ദം ഇന്ന് വളരെ കൂടിക്കൂടി വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒട്ടുമിക്ക രോഗങ്ങളും നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ, അമിതവണ്ണം, മെറ്റബോളിക് സിൻഡ്രോം, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ പോലും നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ്. അപ്പൊ ഇങ്ങനെയുള്ള രോഗാവസ്ഥകളെ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതായത് നമ്മുടെ ആഹാര രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മൾ വ്യായാമം റെഗുലറായിട്ട് ചെയ്യുക, നമ്മുടെ സ്ട്രെസ്സിന്റെ ലെവല് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക, നമ്മൾ ദിവസവും 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുക, ദിവസവും ഏതാണ്ട് 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ
നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പല രോഗാവസ്ഥകളെയും നമുക്ക് ഉണ്ടാകാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങൾ വരില്ല. അപ്പോൾ ഈ ഒന്നാമത്തെ വ്യക്തി അയാളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ് അയാൾക്ക് നെഫ്രോപ്പതി പോലെയുള്ള ഗൗരവ സ്വഭാവമുള്ള രോഗാവസ്ഥകൾ ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ രണ്ട് രോഗികളുടെയും അവസ്ഥ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആദ്യത്തെ രോഗിയുടെ അശ്രദ്ധയാണ് പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹാഭാഗ്യം. അപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. അത് എല്ലാവരും ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കുക. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.